ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത തെരഞ്ഞെടുക്കുക. അല്ലെ, കേരള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ്? വേഗം നോക്കൂ. കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ശരിയോ തെറ്റോ? ശരിയാണ് അല്ലേ? ആദ്യത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആണോ? ശരിയാണ്. അടുത്തത്, കാലാവധി 5 വർഷം 65 വയസ്സ് അല്ലെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 5 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ്. ഏതാദ്യം വരുന്നോ അത്. നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ശരിയല്ലേ? ഓക്കെ, നമ്മളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ്. എല്ലാം ശരിയാണ്. ഹായ്. ഓക്കെ, അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ D ആണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ് നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ. അത് മാത്രല്ല, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 243 ഓക്കെ 243 കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243 ZA എന്നിവയ്ക്കാണ് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ കേട്ടോ. അത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. 243 കെ, അതുപോലെ തന്നെ 243 ZA, ഈ രണ്ട് വകുപ്പുകളുമാണ് അല്ലെങ്കിൽ ഈ രണ്ട് ഭരണഘടനാ പ്രൊവിഷൻസുമാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെ. എന്താണ് ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല? ഇത് പലപ്പോഴും ഒരു കൺഫ്യൂസിങ് ആയിട്ട് നമ്മളോട് ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കുന്നതാണ് അല്ലെ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്, അല്ലെങ്കിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് അല്ലെ. അങ്ങനെയുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പലപ്പോഴും പരീക്ഷയ്ക്ക്. മനസ്സിലാക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക, അതിന്റെ മേൽനോട്ടം വഹിക്കുക. നമുക്കറിയാം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലപ്രഖ്യാപനം വരെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ. ആ പ്രോസസ്സുകളൊക്കെ വളരെ ഭംഗിയായിട്ടും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ടും നിഷ്പക്ഷമായിട്ടും ചെയ്യുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന സൂചനകൾ പരിശോധിച്ച് കേരളത്തിലെ കമ്മീഷൻ ഏതാണ് എന്ന് തിരിച്ചറിയുക. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളിൽ ഒരു കമ്മീഷൻ ഒളിഞ്ഞു കിടപ്പുന്ന ഒരു കമ്മീഷൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏതാന്ന് കണ്ടുപിടിച്ചാൽ മതി. സ്ഥാപനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 320 പാർട്ട് 3 ആണ് അല്ലേ. ആദ്യത്തെ ചെയർമാൻ VK വേലായുധൻ ആണ്. ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്ത്. ഏത് ഏതിനെ കുറിച്ചാണ്, ഏത് കമ്മീഷനെ കുറിച്ചാണ് അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ, നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരമായ ഒരു സ്ഥാപനമാണത്. എല്ലാവരും ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ A ആണ്, കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെ. കേരള PSCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രസ്താവനകളാണിത് അല്ലെ. അതായത് 320 ഭാഗം 3-ലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനാണ്. ആസ്ഥാനം പട്ടം, അതായത് തിരുവനന്തപുരത്തെ പട്ടത്താണ് ഇതിന്റെ ആസ്ഥാനം. എപ്പോഴാണ് അത് രൂപം കൊണ്ടത്? 1956 നവംബർ 1-ന് രൂപം കൊണ്ടു അല്ലെ. നിലവിലത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. 19 പ്രധാനപ്പെട്ട അംഗങ്ങളാണ് ഈ ഒരു കേരള PSCയിൽ ഉള്ളത് അല്ലേ. ഓക്കെ, ഇനിയോ ഓപ്ഷൻ B എന്തായിരുന്നു? ധനകാര്യ കമ്മീഷൻ ആണ് അല്ലെ. ധനകാര്യ കമ്മീഷൻ എപ്പോഴും രൂപം കൊണ്ടു? 1994 ഏപ്രിൽ 23-നാണ് അല്ലെ. എന്താണ് ധനകാര്യ കമ്മീഷന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ധനകാര്യ കമ്മീഷൻ?
അല്ലെ? അതായത് ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലെ ധനകാര്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ എത്രത്തോളം റവന്യൂ ഉണ്ട്, എത്രത്തോളം എക്സ്പെൻഡിച്ചർ ഉണ്ട്, ആ റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടി കണക്കാക്കുന്ന സമയത്ത് നമുക്ക് ഡെഫിസിറ്റ് ആണോ അതോ സർപ്ലസ് ആണോ ബജറ്റ് എന്നൊക്കെ കണക്കാക്കുന്ന അതോറിറ്റി ആണ് ധനകാര്യ കമ്മീഷൻ, അല്ലെ? ധനകാര്യ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഹരിലാൽ ആണ് ട്ടാ, മറക്കരുതേ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അതിൽ നിന്ന് തെറ്റായ വസ്തുതകൾ കണ്ടെത്തുക. തെറ്റായത് മാത്രം പറഞ്ഞാൽ മതിയേ. നോക്കിക്കോളൂ. ഒന്നാമത്തെ പ്രസ്താവന, കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. ശരിയാണോ? ശരിയാണ്. കേരള വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആണല്ലോ. വനിതാ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെ? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും അല്ല, ഒരു അഡ്വൈസറി ബോഡിയും അല്ല, മറിച്ച് എന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. ഓക്കെ അല്ലേ? അടുത്തത് നോക്കൂ. കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളമാണ്. ശരിയാണോ? തെറ്റ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കെ കരുണാകരനാണ്. ആണോ? തെറ്റാണ്. ആരാണ്? എ കെ ആന്റണി ആണ്. ആരാണ്? എ കെ ആന്റണി കേരള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തില് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്, അല്ലെ? അപ്പൊ നമ്മളുടെ ഉത്തരം ഏതാണ്? ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന? 3ഉം 4ഉം ആണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഇനി കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ സുഗതകുമാരി ആയിരുന്നു, അല്ലെ? രണ്ടാമത്തെ അധ്യക്ഷ ആരായിരുന്നു? ഡി ശ്രീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവിയാണ്. ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഈ കേരള വനിതാ കമ്മീഷന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, വേണമെങ്കിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീ ശക്തി എന്നാണ് അതിന്റെ പേര്. അതുപോലെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാലോ? ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംബന്ധിച്ച വസ്തുതകളിൽ ശരിയായത് ഏതാണ്? അല്ലെ? ബാലാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ വസ്തുതകൾ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ശരിയായത് ഏതാന്ന് കണ്ടുപിടിക്കണേ. ഓക്കെ, നോക്കിക്കോളൂ. നമ്മുടെ പ്രസ്താവനകൾ നോക്കിക്കോളൂ. ഏതാണ്? കേരള ബാലാവകാശ കമ്മീഷൻ കുട്ടിയായി പരിഗണിക്കുന്ന പ്രായം 14 വയസ്സാണ്. ആണോ? തെറ്റാണ്. എത്ര വയസ്സാണ്? 14 അല്ല, 18 വയസ്സ്, അല്ലേ? കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കുട്ടികൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുമായി നിലവിൽ വന്ന ഒരു പദ്ധതിയാണ് ഇത്. ശരിയാണോ? ശരിയാണ്. വളരെ ശരിയാണ്. ഇനി കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. ആണോ? മുഖ്യമന്ത്രിയാണോ? തെറ്റാണ്. ആരാണ്? സംസ്ഥാന സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി, അല്ലെ? സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഈ ഒരു കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത്. അടുത്തത്, കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും മുഖ്യമന്ത്രിയാണ്. ആണോ? അല്ല, അതും തെറ്റാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ശരി ഉത്തരം. 2 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം, അല്ലെ? അതായത് സംസ്ഥാനത്തെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനുമായിട്ട് എപ്പോഴാണ് നിലവിൽ വന്നത്? 2013 ജൂൺ 13 ഈ ഒരു സംഘടന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്, അല്ലെ? ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്?
തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്താണ് ഇതിന്റെ ആസ്ഥാനം അല്ലെ. ഇതിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ഇവരുടെ കാലാവധി, ഈ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും 60 വയസ്സും ആയിരിക്കും. ഓക്കെ അല്ലേ? നിലവിലെ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ. ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോളൂ, ഓർത്തു വെച്ചോളൂ. KV മനോജ് കുമാർ ആണ് നിലവിലെ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ആരാണ്? KV മനോജ് കുമാർ. മറക്കില്ലാലോ, KV മനോജ് കുമാർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ വിലയിരുത്തുക. ന്യൂനപക്ഷ കമ്മീഷൻ അറിയാലോ അല്ലെ? എന്താണ് ന്യൂനപക്ഷ കമ്മീഷൻ? ആ പേര് പറയുന്ന പോലെ തന്നെയാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതി, ക്ഷേമം, സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള കമ്മീഷനാണ് ന്യൂനപക്ഷ കമ്മീഷൻ. നോക്കാം നമുക്ക് അല്ലേ? കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഓർഡിനൻസ് 2013 പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയോ തെറ്റോ? ശരി. കമ്മീഷനിലെ അംഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. അതും ശരിയാണ്. അടുത്തത്, അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം. ശരിയാണോ? ശരിയാണ്. അംഗങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് രാജി സമർപ്പിക്കണം. ശരിയല്ലേ? ശരിയാണ്. ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ഏതാ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. എല്ലാം ശരിയാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതും എന്താണ്? ശരിയാണ്. ഓക്കെ അല്ലേ? നോക്കൂ, കമ്മീഷന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇതിന്റെയും ആസ്ഥാനം എവിടെ തന്നെയാണ്? ഇതിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത്. ഓക്കെ, മറക്കല്ലേ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യതകളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കാൻ അദ്ദേഹത്തിന് എന്ത് ക്വാളിഫിക്കേഷൻ വേണം? ഈ പറഞ്ഞതിൽ ആരാണ് അതിന് ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളവര്? വേഗം പറഞ്ഞേ, ആരാണ്? നിലവിലെ സുപ്രീം കോടതി ജഡ്ജിക്ക് എന്തായാലും പറ്റില്ല. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിക്ക് ശരിയാണോ? ശരിയാണോ? വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ല. നോക്കൂ, നിലവിലെ അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജി. ശരിയാണോ? ശരിയാണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതില്? വേഗം പറഞ്ഞേ, ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. നിലവിലെ വിരമിച്ച സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് എന്താവാൻ പറ്റും? സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആകാനായിട്ട് പറ്റും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം അല്ലെ. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ 1993 നിയമപ്രകാരം നിലവിൽ വന്നതാണ് അല്ലെ. പൗരന്മാരെ പിന്നോക്ക വിഭാഗങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്താനും അർഹതയില്ലാത്തവരെ കണ്ടെത്താനും വേണ്ടി രൂപം കൊണ്ട ഒരു പ്രത്യേക കമ്മീഷനാണ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്ത് അയ്യങ്കാളി ഭവൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മറക്കരുത്, അയ്യങ്കാളി ഭവൻ. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ഭരണ പരിഷ്കാര കമ്മീഷന്റെ കർത്തവ്യങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. അതായത് ഭരണ പരിഷ്കാര കമ്മീഷനുമായി ബന്ധപ്പെട്ട് ആ ഭരണ പരിഷ്കാര കമ്മീഷന്റെ കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ദൗത്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് വേഗം വിലയിരുത്തിക്കോളൂ. ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഓക്കെ, ഏതാണ്? കാലതാമസം, അഴിമതി എന്നിവ ഇല്ലാതാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരിയാണ്. ഗവൺമെന്റിനെ കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തമുള്ളാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരിയാണ്. ഭരണത്തിൽ കാര്യക്ഷമതയും പൗരസംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുക. ശരിയല്ലേ? അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്? എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. അതായത്
ഭരണ പരിഷ്കാര കമ്മീഷനെ സംബന്ധിച്ച എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. കേരളത്തിൽ ഇന്ന് വരെ എത്ര ഭരണ പരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നിട്ടുണ്ട്? എത്രണ്ണാണ് അറിയാമോ? 4 എണ്ണമാണ് കേട്ടോ. ഭരണ പരിഷ്കാര കമ്മീഷൻ 4 എണ്ണം വന്നിട്ടുണ്ട്. 4ാമത്തെ ആരുടെയാണ്? VS അച്യുതാനന്ദൻ. 2016 VS അച്യുതാനന്ദന്റെ ഭരണ പരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നത്. ആദ്യത്തെ എപ്പോഴാണ്? ആദ്യത്തെ ഭരണ പരിഷ്കാര കമ്മീഷൻ 1957 EMS ആണ്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ആദ്യത്തെ EMS-ഉം ലാസ്റ്റത്തെ 2016 നിലവിൽ വന്നത് ആരുടെയാണ്? ആരാണ്? അച്യുതാനന്ദൻ. അടുത്തത്, ഓംബുഡ്സ്മാൻ സംബന്ധിച്ച തെറ്റായ വസ്തുതകൾ വിലയിരുത്തുക. ഓംബുഡ്സ്മാനെ സംബന്ധിച്ച തെറ്റായ വസ്തുതകൾ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്താണ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാല്? നിങ്ങൾ ആൻസർ പറഞ്ഞോ, ഞാൻ എന്താണ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞുതരാം അല്ലെ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരും അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗമോ ഒക്കെ നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവര് വ്യതിചലിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ അന്വേഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ രണ്ട് രീതിയിലുണ്ട് കേട്ടാ. ഇതിപ്പോ നമ്മുടെ ഭരണ സംവിധാനവും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഒരു ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അപ്പൊ ഇതും കൂടി നിങ്ങൾക്ക് ഒരിക്കലും ഇത് രണ്ടും ഒന്നാണെന്ന് വിചാരിക്കരുതേ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇത് നമ്മളുടെ ഭരണ സംവിധാനത്തിലെ ഓംബുഡ്സ്മാൻ ആണ്. ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഓംബുഡ്സ്മാൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ ഒരു ഓംബുഡ്സ്മാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. രണ്ടും കൂടി ക്ലാഷ് വരരുത്. ഓംബുഡ്സ്മാൻ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ്. ശരിയല്ലേ? ശരിയാണ്. കേരള ഓംബുഡ്സ്മാന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ശരിയാണോ? തെറ്റാണ്. കൊച്ചിയല്ല. കേരള ഓംബുഡ്സ്മാൻ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ് കേരള ഓംബുഡ്സ്മാൻ. ഓക്കെ, ഹൈക്കോടതി ജഡ്ജിന് മാത്രമേ ഓംബുഡ്സ്മാൻ ആകാൻ സാധിക്കുകയുള്ളൂ. അതായത് തെറ്റാണ്. ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിക്ക് മാത്രമേ എന്താവാൻ സാധിക്കുള്ളൂ? അതായത് ഈ പറയുന്ന ഓംബുഡ്സ്മാൻ ആകാനായിട്ട് സാധിക്കുള്ളൂ. ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമുള്ള ഒരു സംവിധാനം കൂടിയാണ് എന്ത്? ഈ പറയുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ വസ്തുതകൾ? 2ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ബാങ്കിങ് ഓംബുഡ്സ്മാനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? 2ഉം 3ഉം ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എപ്പോഴാണ്? അതായത് 2000-ലാണ് ഇങ്ങനൊരു ഓംബുഡ്സ്മാൻ എന്നൊരു സംവിധാനം തന്നെ നമ്മുടെ ഭരണത്തില് കൊണ്ടുവന്നത്. ഈ ഓംബുഡ്സ്മാൻ സ്ഥാപിതമാകുമ്പോൾ 7 ആൾക്കാർ മാത്രമാണ്, അതായത് 7 ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഏക അംഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇനി എവിടെ എത്തി? നമ്മള് ഭരണ സംവിധാനത്തിൽ നിന്ന് നേരെ ലായനികൾ കെമിസ്ട്രിയിലേക്ക് ചാടി. കെമിസ്ട്രികളിലെ ലായനികളും മിശ്രിതങ്ങളും എത്തിട്ടാ. നോക്കിക്കോളൂ, ലായനിയുടെ ഭൗതിക അവസ്ഥ നിർണയിക്കുന്നത് ആരാണ്? അത് ലായകമാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന പദാർത്ഥത്തെയാണ് ലീനം എന്ന് പറയുന്നത്. ശരിയല്ലേ? വളരെ ശരിയാണ്. ലീനവും ലായകവും ചേർന്നാണ് ലായനി ഉണ്ടാകുന്നത്. ശരിയാണ്. ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രോമാറ്റോഗ്രാഫി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ് അല്ലെ? 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഇവയെല്ലാം ശരിയാണ് അല്ലെ? 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ് അല്ലെ? എന്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ ലായനി, ലീനം, ലായകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഘടനാനുപാതവും ഗുണധർമ്മവും ഏക സമാനമായിട്ടുള്ള മിശ്രിതങ്ങളെയാണ് നമ്മൾ ഏക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. ആ മിശ്രിതങ്ങളിലാണ് ലീനം, ലായകം, അതുപോലെ തന്നെ ലായനി, ഈ പറഞ്ഞവയെ പറ്റി നമ്മൾ എല്ലാതും പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഇനി എന്താ പഠിക്കാൻ? ലീനം, ലായകം ഒക്കെ നമുക്ക് അറിയാം അല്ലെ? ഒരു ലായനിയുടെ ഭൗതികാവസ്ഥ നിർണ്ണയിക്കുന്നത് ലായകമാണ്. ഒരു ലായനിയിൽ ലയിച്ചു ചേർന്ന പദാർത്ഥത്തിനെ ലീനം പറയണത്.
ലീനവും ലായകവും കൂടി ചേർന്നതാണ് ലായനി. ഇത്രയും അറിഞ്ഞു അല്ലെ. ഇനി ഏതൊക്കെയാണ് ദ്രാവക ലായനികൾ? ഓക്സിജന്റെയും നൈട്രജൻ വാതകത്തിന്റെയും മിശ്രിതമാണ് വാതക ലായനി. ക്ലോറോഫോമും വാതക ലായനിക്ക് ഉദാഹരണമാണ്. കർപ്പൂരം ലയിപ്പിച്ച നൈട്രജൻ വാതകം ഒരു വാതക ലായനിക്ക് ഉദാഹരണമാണ്. ഇനി ദ്രാവക ലായനികൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഓക്സിജൻ ജലത്തിൽ ലയിച്ച മിശ്രിതം, എഥനോള്, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ലായനി. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ദ്രാവക ലായനികൾക്ക് ഉദാഹരണമാണ്. ഇതുകൂടാതെ ഖര ലായനികൾ കൂടിയുണ്ട്. ചെമ്പിന്റെ സ്വർണത്തിലുള്ള ലായനി, ഹൈഡ്രജന്റെ പലേഡിയത്തിലുള്ള ലായനിയും രസവും സോഡിയവും കലർന്നുണ്ടാകുന്ന അമാൽഗവും എല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാനുള്ള ചില അടിസ്ഥാന യൂണിറ്റുകൾ കൊടുത്തിരിക്കുന്നു. അവയിൽ ഉൾപ്പെടാത്തതിനെ തിരിച്ചറിയുക. ഓക്കെ, ചോദ്യം മനസ്സിലായല്ലോ. അതായത് ഈ പറയുന്ന എല്ലാ യൂണിറ്റും, ഈ പറയുന്ന കുറെ യൂണിറ്റുകളൊക്കെ ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാനുള്ള യൂണിറ്റുകളാണ്. അതിൽ നിന്ന് ഉൾപ്പെടാത്തത് മാത്രം വേഗം തിരഞ്ഞെടുത്തോളൂ. ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഏതാണ്? മൊളാരിറ്റി, മോളിലിറ്റി, മാസ് പെർസെന്റേജ്, ലീനത്തിന്റെ മാസ്. ഏതാണ് ഉൾപ്പെടാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അതിൽ ഉൾപ്പെടാത്തത്, ലീനത്തിന്റെ മാസ് അല്ലെ. ഈ പറയുന്ന അളവെല്ലാം, ഈ ഗാഢത പ്രസ്താവിക്കാനുള്ള യൂണിറ്റുകൾ കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപാധിയാണ് ലീനത്തിന്റെ മാസ്. ഒരിക്കലും അതെന്തല്ല, അതിന്റെ അളവ് അല്ല. എന്താണ്? അതായത് മാസ് പെർസെന്റേജ്, വ്യാപ്ത ശതമാനം, മാസ് പ്രതിവ്യാപ്ത ശതമാനം, അതുപോലെ തന്നെ മോൾ ഭിന്നം, മോളാലിറ്റി തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാനുള്ള അടിസ്ഥാന യൂണിറ്റ്. ഓക്കെ, കിട്ടിയോ? എന്താണ് ഇതില് മൊളാരിറ്റി എന്ന് പറഞ്ഞാല് ലീനത്തിൽ എത്ര മോളുകൾ അടങ്ങിയിട്ടുണ്ടോ അതും ആ ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തവും തമ്മിലുള്ള അനുപാതത്തെയാണ് മൊളാരിറ്റി സൂചിപ്പിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? എന്താണ്? ആ ലീനത്തിൽ എത്ര മോളുകൾ ഉണ്ടോ അതും ആ ലായനിയുടെ ലിറ്ററിലുള്ള വ്യാപ്തവും തമ്മിലുള്ള അനുപാതമാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇനി മോളിലിറ്റി എന്താണ്? മോളിലിറ്റി എന്ന് പറഞ്ഞാല് ലീനത്തിലെ മോളുകളുടെ എണ്ണവും, അത് മാത്രമല്ല ആ ലായകത്തിൽ കിലോഗ്രാമിലുള്ള പിണ്ഡവും തമ്മിലുള്ള അനുപാതത്തെയാണ് മോളിലിറ്റി എന്ന് പറയുക. കിട്ടിയോ? ഇനി മാസ് പെർസെന്റേജ് എന്താ? മാസ് പെർസെന്റേജ് അതായത് മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാല് ഒരു ലായനിയിൽ എത്രത്തോളം ലീനം ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നതിനെ ശതമാന രൂപത്തിൽ പ്രസ്താവിക്കുന്നതിനെയാണ് മാസ് പെർസെന്റേജ്. എവിടെ പെർസെന്റേജ് ഉണ്ടെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട ഒരു വസ്തുത എന്താണ്? അതായത് ആ ലായനിയിൽ എത്രത്തോളം ലീനം ഉണ്ട് എന്നതിനെ into 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ മാസ് പെർസെന്റേജ് കിട്ടും. ലീനത്തിന്റെ മാസ് എന്താണ്? ഇത് ഈ ഗാഢത പ്രസ്താവിക്കാനുള്ള അടിസ്ഥാന യൂണിറ്റുകൾ കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ ആണ് ലീനത്തിന്റെ മാസ് അതിന്റെ ഒരു ഘടകമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തോട് കടക്കാലോ. അടുത്ത ചോദ്യം, മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുക. മിശ്രിതങ്ങൾ എന്താണ്? മിശ്രിതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടുപിടിക്കണേ. ഏതാണ് മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? എന്താണ് ആദ്യം മിശ്രിതങ്ങള്? അറിയാമോ എന്താ മിശ്രിതങ്ങൾ? മിക്സ്ചർ. എന്താ മിക്സ്ചർ അല്ലെ? സാധാരണ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഓർത്താൽ മതി അല്ലെ. അതിൽ എന്താണ്? ഒരേപോലത്തെ സാധനമാണോ? അല്ലെ, ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അല്ലെ. കടല ഉണ്ടാകും, അതിൽ തന്നെ വെറൈറ്റി വെള്ളക്കടല അല്ലെ. നിങ്ങളുടെ നാട്ടിൽ എന്താ അത് പറയാന്ന് എനിക്കറിയില്ല. പിന്നെ കളർഫുൾ ആയിരിക്കും ഉണ്ടല്ലോ. അപ്പോ ആ മിക്സ്ചർ, ഇതുപോലെ തന്നെ മിശ്രിതം എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിച്ച പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിശ്രിതങ്ങൾ എന്ന് പറയുക അല്ലെ. ഓക്കെ അല്ലേ? നോക്കൂ മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാന്ന് കിട്ടിയോ?
വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണോ? വ്യത്യസ്തമായ അല്ല ഒരേ തരം സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെയാണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, താജ്മഹലിന്റെ നിറം മങ്ങലിന് കാരണം സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്, യുറേനിയം ഓക്സൈഡിന്റെ ഒരു മിശ്രിതമാണ് യെല്ലോ കേക്ക്. ശരിയല്ലേ? വളരെ ശരിയാണ്. അടുത്തത് നോക്കിയേ, സോഡിയം ബൈകാർബണേറ്റിന്റെയും ടാറ്റാറിക് ആസിഡിന്റെയും മിശ്രിതമാണ് ബേക്കിംഗ് പൗഡർ. ശരിയാണോ? ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് മാത്രമാണ്? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. 1 മാത്രമാണ് തെറ്റായത്. അല്ലെ? മിശ്രിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിത പദാർത്ഥങ്ങളാണ്. അതിൽ തന്നെ ഒരേ സ്വഭാവമുള്ള കണികകളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശുദ്ധ പദാർത്ഥം എന്ന് പറയുന്നു. അല്ലെ? യുറേനിയം ഓക്സൈഡിന്റെ ഒരു മിശ്രിതമാണ് ഏത്? യെല്ലോ കേക്ക്. ഓക്കെ, മറക്കില്ലാലോ. മിശ്രിതങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാൻ പറ്റും? ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയാം, അതുപോലെ തന്നെ ഭിന്നാത്മക മിശ്രിതങ്ങളും പറയാം. ഓക്കെ അല്ലേ?